ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ലാസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടേക്കും ഭയങ്കര ഇറസ്പോൺസിബിൾ ആണെന്ന് എനിക്കറിയാം. ഐം സോറി. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ സ്റ്റുഡൻസ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു. കൺട്രീസിൽ പഠിക്കുന്ന ഫോറിനിൽ പഠിക്കാൻ പറ്റിയ കൺട്രീസിനെ പറ്റി ചോദിച്ചിട്ടും ഓരോ കൺട്രീസിന്റെ ഒപ്പീനിയൻ പറ്റി ചോദിച്ചിട്ടും ടെക്സ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പഠിക്കുന്ന കോളേജിനെ പറ്റി ചോദിച്ചിട്ടും ടെക്സ്റ്റ് ചെയ്തിരുന്നു. ഐ എം വെരി ഗ്ലാഡ് യു ഗൈസ് ആർ ലിസണിങ് ടു മീ. കീപ് ആസ്കിങ് മീ ഡൗട്ട്സ്, ഐ ഷുവർലി റിപ്ലൈ. നീറ്റ് എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നവരായിരിക്കും എല്ലാവരും. റിസൾട്ട് വന്നപ്പോൾ നമ്മൾ നീറ്റ് എക്സാമിൽ ഒരുപാട് സ്കാം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇഫ് ദേ ആർ കണ്ടക്ടിംഗ് ദ എക്സാം അഗെയിൻ, ഗോ ഫോർ ഇറ്റ്. ഓക്കെ, പ്രിപ്പയർ വെരി വെൽ ആൻഡ് ഗോ ഫോർ ദ എക്സാം. സോ അങ്ങനെ നമ്മൾ ഇപ്പോൾ റിസൾട്ട് കണ്ടവരാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്ര മാർക്ക് ഉണ്ടോ ഒക്കെ. അപ്പോൾ MBBS പുറത്ത് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പുറത്ത് ചൂസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, പുറത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ശരിക്കും പറഞ്ഞുതരാം. NMCയുടെ പുതിയ റൂൾസ് ഉണ്ട്. ഇതുവരെ പഠിച്ചവരെ പോലെ അല്ല, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ജോയിൻ ചെയ്തവർ തൊട്ട് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ NMCയുടെ കുറച്ച് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. ചിലർക്കൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല. ചിലർക്ക് വന്ന് ജോയിൻ ചെയ്ത ശേഷവും അറിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ ആ ഒരു ടൈമിലുള്ള ബാച്ച് മുഴുവൻ ജോയിൻ ചെയ്ത ശേഷമാണ് ഇങ്ങനെ പുതിയ റൂൾസ് ഉള്ള കാര്യമൊക്കെ അറിഞ്ഞത്. താങ്ക്ഫുള്ളി ഇവിടെ ഫിലിപ്പീൻസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് റൂൾസിന്. താങ്ക്ഫുള്ളി അത് കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് റിസോൾവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും ആ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ, ലൈക്ക് അതിന് റൂൾസ് അനുസരിച്ചിട്ടാണ് ആ കൺട്രീസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിൽ അല്ലെങ്കിൽ കൺട്രിയിലെ MBBSന്റെ കോഴ്സ് 5.5 വർഷത്തെ NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് സിലബസ് ആണോ എന്ന് കൺഫേം ചെയ്യാം. അതിലൊരു വ്യത്യാസം പാടില്ല. ഡ്യൂറേഷൻ ആണ് മെയിൻ. ഞാൻ വന്ന ഫിലിപ്പീൻസിലൊക്കെ ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു. ഫിലിപ്പീൻസ് ആളുകൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ്, പെട്ടെന്ന് പഠിച്ചിറങ്ങാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പൊ അവരിറക്കിയ റൂളാണ് 5.5 വർഷത്തെ NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് സിലബസ് വേണം. 5.5 വർഷത്തെ നിങ്ങൾ ഏത് കൺട്രി ചൂസ് ചെയ്യുകയാണെങ്കിലും നോക്കുക. വേഗം MBBS കഴിയുന്നു, ഡ്യൂറേഷൻ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ 5.5 വർഷം വേണമെന്നാണ് NMC പറയുന്ന പുതിയ റൂള്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് നമ്മൾ ഫോറിനിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതുവരെ എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് കമ്പൽസറി അല്ലായിരുന്നു. ലൈക്ക് FMG നാട്ടിൽ വന്ന് FMG എഴുതി FMG പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതല്ലായിരുന്നുള്ളൂ. അത് പുതിയ റൂളാണ്. സോ നിങ്ങൾ പോകുന്ന കോളേജിൽ അവരുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അന്വേഷിക്കണമല്ലോ. അപ്പൊ നമ്മൾ അവർ കൃത്യമായിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കാം. ചില കൺട്രീസിലൊക്കെ ക്ലിനിക്കൽ എക്സ്പോഷർ ഭയങ്കര കുറവായിരിക്കും. ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് കണ്ട് ഇതാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചില കൺട്രീസിലെ കോളേജുകളിൽ തീരെ ഉണ്ടാവില്ല അതിനുള്ള സൗകര്യങ്ങളൊന്നും. സോ നിങ്ങൾ ക്ലിനിക്കൽ എക്സ്പോഷർ, കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നോക്കേണ്ടതാണ്. പഠിക്കുന്ന കൺട്രിയിൽ നമ്മൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അത് ചെയ്യാൻ പറ്റുന്ന കോളേജ് ആണോ കൺട്രി ആണോ എന്നുള്ളത് നോക്കണം. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ്, നിങ്ങൾ പഠിക്കുന്ന ഫോറിൻ കൺട്രിയിലുള്ള പൗരന്മാരെ ചികിത്സിക്കാനുള്ള ലൈസൻസ് എടുക്കണം. ഏത് കൺട്രിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് അവിടുത്തെ ലൈസൻസ് എക്സാം നിങ്ങൾ എഴുതിയേ പറ്റൂ. ലൈസൻസ് എക്സാം കിട്ടണം. കുറെ കൺട്രീസിൽ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ കോഴ്സ് സർട്ടിഫിക്കറ്റ് തരും, നമുക്ക് ഗ്രാജുവേറ്റ് ആയി കഴിയും. പക്ഷേ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റില്ല. ഫിലിപ്പീൻസിൽ എഴുതാൻ പറ്റിയിരുന്നില്ല ലൈസൻസ് എക്സാം. കാരണം അത് ഇത്രയും കാലത്തൊരു പ്രശ്നമായിരുന്നില്ല. കാരണം FMG എഴുതുന്ന സ്ഥിതിക്ക് നമുക്ക് FMG എഴുതേണ്ട ആൾക്കാർക്ക് ലൈസൻസ് എക്സാമിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ലൈസൻസിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് എഴുതാൻ പോകുന്ന നമ്മൾക്കൊക്കെ ലൈസൻസ് വേണം. പഠിച്ച കൺട്രിയിലെ ആൾക്കാരെ ചികിത്സിക്കാനുള്ള അവരുടെ ലൈസൻസ് വേണം. ഫിലിപ്പീൻസിൽ നമുക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, എഴുതാൻ അവർ അലോ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ മാസം ആ ഇഷ്യൂ അവർ റിസോൾവ് ചെയ്ത് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഇന്ത്യൻ സ്റ്റുഡൻസിനും ഒക്കെ ഫിലിപ്പീൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റും. സോ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് കൺട്രി ചൂസ് ചെയ്യുകയാണെങ്കിലും ആ കൺട്രിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏത് കോളേജ് ഏത് കൺട്രിയിലാണെങ്കിലും അവിടെ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യം എന്തായാലും നോക്കുക. കാരണം ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എക്സാം എഴുതാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ എഴുതാൻ പറ്റില്ല. പിന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വൺ എഴുതി കഴിഞ്ഞാൽ നാട്ടിൽ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് പക്ഷെ പിന്നെ നാട്ടിൽ പഠിക്കുകയാണെങ്കിലും പുറത്ത് പഠിക്കുകയാണെങ്കിലും നാട്ടിൽ നെക്സ്റ്റ് ആണ് എല്ലാവർക്കും ഇനി എഴുതാനുള്ളത് ഇന്ത്യയിൽ. സോ നെക്സ്റ്റ് വൺ എഴുതുമ്പോൾ പുറത്ത് പഠിക്കുന്നവർ ലൈസൻസ് ഒക്കെ ഇവിടെ വേറെ പുറത്തെ കൺട്രീസിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞ് ലൈസൻസ് എക്സാം എഴുതി ലൈസൻസ് കിട്ടി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എഴുതി നെക്സ്റ്റ് വൺ പാസ്സായാൽ നമ്മൾ പിന്നെയും ഇന്റേൺഷിപ്പ് എഴുതണം. അത് പുറത്തുനിന്ന് മാത്രമല്ല നാട്ടിലാണെങ്കിലും നെക്സ്റ്റ് വൺ പഠിച്ചു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. നെക്സ്റ്റ് വൺ എഴുതി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് 2 എഴുതണമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും 10 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. നീറ്റ് എഴുതി കഴിഞ്ഞ് നിങ്ങൾ ആ കോഴ്സ് ജോയിൻ ചെയ്യുന്നു. കോഴ്സ് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. പുറത്തെ കൺട്രീസിലാണെങ്കിൽ ലൈസൻസ് എക്സാം എഴുതുന്നു. നാട്ടിലാണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിന് ചേരുന്നു. പുറത്തെ കൺട്രീസിലാണെങ്കിൽ അവിടുത്തെ ലൈസൻസ് എക്സാം എഴുതി ലൈസൻസ് ഒക്കെ കിട്ടിയ ശേഷം നാട്ടിൽ പോയി നെക്സ്റ്റ് വൺ എഴുതുന്നു. നെക്സ്റ്റ് വൺ എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ക്രാക്ക് ആവണം. ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റേൺഷിപ്പ് പോകും. ഇന്റേൺഷിപ്പും കഴിഞ്ഞാൽ നെക്സ്റ്റ് 2. ഇതൊക്കെയും 10 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. അങ്ങനെ ഒരു റൂളും കൂടി ഉണ്ട്. സോ
10 വർഷത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളത് നാട്ടിലാണെങ്കിലും ചെയ്ത് തീർക്കണം. ഇതെന്താ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ചില കൺട്രീസിലെ കോഴ്സ് ഡ്യൂറേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കൂടുതലായിരിക്കും. കോഴ്സ് ഡ്യൂറേഷൻ കറക്റ്റ് ആയിട്ട് കൂടുതലായി കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓർ എഫ് എം ജി അല്ല സോറി നെക്സ്റ്റ് 1 ആണെങ്കിലും എന്താ എഴുതി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് എക്സാം എഴുതിയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് റീഅപ്പിയർ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ടൈം പോകും. നെക്സ്റ്റ് 2 നമ്മൾ നീറ്റ് എഴുതി കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ എഴുതി തീർക്കും വേണം, പാസ്സാവും വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ചുരുക്കി പറഞ്ഞതാണ്, കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോയി തിരിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിലുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. പുറത്ത് കൺട്രീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കൺട്രീസിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അതേസമയം പുറത്ത് വേറെ ഏതെങ്കിലും കൺട്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കൺട്രി തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ജോയിൻ ചെയ്ത് അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അത്രയും പൈസ മുടക്കി നമ്മൾ പഠിക്കുന്നതാണ്. സോ നമ്മൾ ഇനിയും ഇത്തിരി ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നിങ്ങൾ പഠിക്കുന്ന ഫോറിൻ കൺട്രി തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഒന്നാമത്തെ നല്ല കാര്യം. പിന്നെ അല്ലാതെ ഫോറിനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഫാമിലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവർക്കൊക്കെ ഫോറിൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ നല്ല റാങ്കുള്ള കോളേജ് നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഭയങ്കര ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കുറച്ച് കുട്ടികളിൽ നിന്ന് റഷ്യ, അർമേനിയ, ജോർജിയ പോലത്തെ കൺട്രീസിലൊക്കെ എങ്ങനെയാണ് ആ കൺട്രിയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിൽ ചെയ്യാം. എന്തായാലും ഓരോ കൺട്രീസിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ കൺട്രീനെ കുറിച്ച് പറയാനുള്ള ഒപ്പീനിയൻ എന്താന്ന്, അവർ ജെന്യൂനായിട്ട് അവർക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ യു ക്യാൻ ചൂസ് ഇറ്റ് ബൈ ദാറ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഏജൻസി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് എവിടെയും പോയി ജോയിൻ ചെയ്യണം. നിങ്ങൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്താ പറയാനുള്ളത് കൂടി കേട്ടിട്ട് ചൂസ് ചെയ്യുക, വൈസ് ആയിട്ട് ചൂസ് ചെയ്യുക. സോ ഇഫ് ദേ ആർ കണ്ടക്ടിങ് ദ നീറ്റ് എക്സാം അഗെയിൻ, പ്രിപ്പയർ വെൽ ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ടു ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും എനിക്ക് അങ്ങനെ കുറെ സ്റ്റുഡൻസ് ടെക്സ്റ്റ് ചെയ്തതൊക്കെ ഐ എം വെരി ഗ്ലാഡ് യു ഗൈസ് ആർ ലിസണിങ് ടു മീ. സോ കീപ് ഡൂയിങ് ദാറ്റ്. ബൈ, അസ്സലാമു അലൈക്കും.